ഹലോ. അപ്പോൾ 2 ദിവസത്തെ ഉറക്കമില്ലാത്ത ഓട്ടവും പിന്നെ കല്യാണം കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഇല്ലേ സൈഡായി കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് കുളിച്ച് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർ ആനപ്പന്തിയിലേക്ക് പോയി. ചെറുപ്പത്തിൽ ഇതുപോലെ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ആനപ്പന്തിയിലൊക്കെ പോവാറുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ കൗതുകം എങ്ങനെയാണോ അത് സെയിം തന്നെയായിരുന്നു കേട്ടോ ആമിക്കും ആനേനെ കാണുന്ന സമയത്ത്. ഈ ആന എന്നുള്ളത് നാട്ടിലെ ഉത്സവത്തിന് വല്ലപ്പോഴും കാണുന്നതും പിന്നെ ഞാൻ പറയുന്ന കഥകളിൽ മാത്രമാണല്ലോ ഇവർ കാണുന്നത്, പിന്നെ മെയിനായിട്ട് കാർട്ടൂണും അല്ലേ. അപ്പോൾ ഇതുപോലെ കുറേ ആനകളെ ഒരുമിച്ച് കാണുന്ന സമയത്ത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമോ എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടായിട്ടില്ല കേട്ടോ. ആനേനെയും കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി ഞാൻ കാണിക്കുന്ന ആനയുടെ പേര് വിനായകൻ എന്നാണേ. വിനായകനാണെങ്കിലേ നമ്മൾ വിളിക്കേണ്ട താമസം നമ്മളെ തന്നെ നോക്കൂ കേട്ടോ. അടുത്തിരിക്കുന്ന സെക്യൂരിറ്റിയാണ് പറഞ്ഞത് വിനായക എന്നൊന്ന് വിളിച്ച് നോക്കുമെന്ന്. അടിപൊളിയായിട്ട് നോക്കുന്നുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞല്ലോ മുന്നേയൊക്കെ ഗുരുവായൂർ വരുന്ന സമയത്ത് ഒറ്റക്കൊമ്പുള്ള ആനയെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഇടയായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഒറ്റക്കൊമ്പൻ എന്താണെന്നുള്ള കാര്യം. പക്ഷേ ഇതും ഒറ്റക്കൊമ്പനാണല്ലോ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.